ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മെത്രാന്മാരുടെ അജപാലന വ്യഭിചാരം. ഈ വാക്ക് കേൾക്കുമ്പോഴേ സഭ്യമല്ലാത്ത വാക്കാണ് എന്ന് പറഞ്ഞ് എൻ്റെ മെക്കെട്ട് കയറാൻ വരണ്ട. ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉപയോഗിച്ച ഒരു പ്രയോഗമാണ്. 2024 ഫെബ്രുവരി 28 പൊതുദർശനം കൊടുക്കുന്നതിന് മുൻപ് പോളാറമൻ മാർപ്പാപ്പയുടെ പേരിലുള്ള ഹാളിൽ പൗരസ്ത്യ അർമേനിയൻ സഭയിൽ നിന്നുള്ള മെത്രാന്മാരോട് സംസാരിച്ചപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ഉപയോഗിച്ചൊരു പ്രയോഗമാണ് അജപാലന വ്യഭിചാരം, പാസ്റ്ററൽ അഡൽട്ടറി. എന്താണ് അഡൽട്ടറി എന്ന് പറഞ്ഞാൽ? കല്യാണം കഴിഞ്ഞ രണ്ട് പേര് ആ ദാമ്പത്യ ബന്ധത്തിലല്ലാത്ത മറ്റൊരു ബന്ധത്തിൽ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് വ്യഭിചാരം. അഡൽട്ടറി എന്ന് ഇംഗ്ലീഷിൽ പറയും. പരസംഗം അല്ലെങ്കിൽ ദുർനടപ്പ് എന്ന് പറഞ്ഞാൽ ഫോർണിക്കേഷൻ. കല്യാണം കഴിയാത്ത രണ്ട് പേർ തമ്മിലുള്ള അവിഹിത ലൈംഗിക ബന്ധമാണ് ഫോർണിക്കേഷൻ, ദുർനടപ്പ് അഥവാ പരസംഗം. അതിലൊരാളെങ്കിലും കല്യാണം കഴിഞ്ഞതാണെങ്കിൽ അപ്പോൾ അത് ഫോർണിക്കേഷൻ അല്ല, അഡൽട്ടറിയാണ്. കാരണം കല്യാണത്തിനുള്ള സാധ്യത തന്നെ അവിടെ ഇല്ലാതായി. അത് തന്നെ വളരെ അടുത്ത ബന്ധുക്കൾ തമ്മിൽ, അപ്പനും മക്കളും തമ്മിലോ അങ്ങനെയൊക്കെയുള്ള വരുന്നാൽ അതിനെ അഗമ്യഗമനം, ഇൻസസ്റ്റ് എന്ന് പറയും. അഗമ്യഗമനം. ഇങ്ങനെ ലൈംഗിക പാപങ്ങൾക്ക് പല തട്ടുകളുണ്ട്. മാർപ്പാപ്പ പറയാണ്, മെത്രാന്മാരുടെ അജപാലന വ്യഭിചാരം, പാസ്റ്ററൽ അഡൽട്ടറി ഓഫ് ദി ബിഷപ്സ്. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവസാനം പറയാം. അപ്പോൾ മാർപ്പാപ്പ ഉപയോഗിച്ചൊരു പ്രയോഗമാണ് ഈ അജപാലന, മെത്രാന്മാരുടെ അജപാലന വ്യഭിചാരം. അതെന്താണെന്ന് ഞാൻ ഈ ടോക്കിൻ്റെ അവസാനം പറയാം. ഈ ഒരു പ്രയോഗം ഞാൻ ഇപ്പോഴോട് ഉപയോഗിക്കേണ്ട കാരണം 2025 ജൂലൈ 31 സീറോ മലബാർ സഭയുടെ സ്പെഷ്യൽ ട്രിബ്യൂണൽ, സഭാ കോടതി പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവിൽ 5ാമത്തെ വകുപ്പ്, അവിടെ ഇങ്ങനെയാണ് ഈ വിധിന്യായത്തിൽ കാണുന്നത്. ഇത് സഭാ കോടതിയുടെ വിധിന്യായമാണെന്ന് ഓർക്കണേ. നിയമപ്രകാരമുള്ള വിചാരണയുടെ ഘട്ടത്തിൽ തെളിവുകളുടെ വെളിച്ചത്തിൽ ഒരു കാര്യം വ്യക്തമായിരുന്നു. ഫാദർ വർഗീസ് മണവാളൻ കുമ്പസാരം എന്ന കൂദാശ കൈകാര്യം ചെയ്തു. അത് ഗൗരവമേറിയ ലംഘനമാണ്. കത്തോലിക്ക സഭയുടെ നിയമം അനുസരിച്ച് അതേക്കുറിച്ച് പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് വിശ്വാസത്തിന് വേണ്ടിയുള്ള കാര്യാലയത്തിന് സമർപ്പിക്കണം. കാരണം വിശ്വാസത്തിനെതിരെയുള്ള ഇത്തരം വളരെ ഗൗരവമേറിയ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അധികാരം ആ കാര്യാലയത്തിന് മാത്രമുള്ളതാണ്. റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ കാര്യാലയം നിർദ്ദേശിക്കുന്ന തരത്തിൽ മുന്നോട്ട് പോവുകയും വേണം. ഞാൻ കോടതിയുടെ വാക്കുകൾ തന്നെ ഇവിടെ എടുത്ത് പറയുകയാണ്. ഡ്യൂറിംഗ് ദ ഇൻസ്ട്രക്ഷൻ ഫേസ് ഓഫ് ദിസ് ജുഡീഷ്യൽ ട്രയൽ, corroborative evidences emerged that Father Varghese Manavalan has attempted to celebrate the sacrament of penance, which is a very grave delict. In this regard, the law of the Catholic Church is that a preliminary investigation must be conducted, and the acta of the preliminary investigation must be submitted to the dicastery for the doctrine of faith, which has exclusive jurisdiction regarding such graviora delicta and must follow up the directives of the said dicastery. ഈ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന കാര്യത്തിൻ്റെ ഒരു ഏകദേശ പരിഭാഷയാണ് ഞാൻ മുകളിൽ പറഞ്ഞത്. നിയമപ്രകാരമുള്ള വിചാരണയുടെ ഘട്ടത്തിൽ തെളിവുകളുടെ വെളിച്ചത്തിൽ ഒരു കാര്യം വ്യക്തമായിരുന്നു. ഫാദർ വർഗീസ് മണവാളൻ കുമ്പസാരം എന്ന കൂദാശ കൈകാര്യം ചെയ്തു. അത് ഗൗരവമേറിയ ലംഘനമാണ്. കാരണം 2024 ഡിസംബർ 21 മുതൽ മണവാളന് കൂദാശകൾ പരികർമ്മം ചെയ്യാനുള്ള അധികാരങ്ങളെല്ലാം എടുത്തു മാറ്റിയിരുന്നു. കുമ്പസാരിപ്പിക്കുന്ന അധികാരമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വളരെ ഗൗരവമേറിയ ലംഘനമാണ്. കത്തോലിക്ക സഭയുടെ നിയമം അനുസരിച്ച് അതേക്കുറിച്ച് പ്രാഥമിക അന്വേഷണം നടത്തി
റിപ്പോർട്ട് വിശ്വാസ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യാലയത്തിന് സമർപ്പിക്കണം. കാരണം ഇത്രയും ഗൗരവമേറിയ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അധികാരം ആ കാര്യാലയത്തിന് മാത്രമുള്ളതാണ്. റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞിട്ട് ആ കാര്യാലയം നിർദ്ദേശിക്കുന്ന പ്രക്രിയയിലൂടെ മുന്നോട്ട് പോവുകയും വേണം. അപ്പോൾ വളരെ ഗൗരവമേറിയ വിശ്വാസത്തിനെതിരായ കുറ്റമാണ് ഫാദർ വർഗീസ് മണവാളൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് വിധിന്യായത്തിൽ പറയുന്നത്. സ്ഥലത്തെ മെത്രാൻ അങ്ങനെ ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയോ എന്നും വിശ്വാസത്തിന് വേണ്ടിയുള്ള കാര്യാലയത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചോ എന്നും ഈ കോടതിയെ അറിയിക്കേണ്ടത് പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിന്റെ കടമയാണ്. അത് ചെയ്തില്ലെങ്കിൽ ആ പ്രാഥമിക അന്വേഷണം നടത്താനും വിശ്വാസ കാര്യാലയത്തിന് റിപ്പോർട്ട് സമർപ്പിക്കാനുമുള്ള നടപടി സ്വമേധയ എടുക്കാൻ ഈ കോടതിക്ക് കടമയുണ്ട്. വീണ്ടും കോടതി പറഞ്ഞ അതേ വാക്കുകൾ ഞാൻ പറയട്ടെ. In the previous decree of the interlocutory sentence of this tribunal, this issue was mentioned. Now it is the duty of the promoter of justice to intimate this tribunal whether the local hierarchy has already conducted such a preliminary investigation in that regard and submitted the acta of the investigation to the dicastery. If not, this tribunal is duty bound to continue and complete the preliminary investigation ex officio and send the acta to the same dicastery. എറണാകുളത്തെ സ്ഥലത്തെ മെത്രാൻ അങ്ങനെ ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയോ എന്നും വിശ്വാസത്തിന് വേണ്ടിയുള്ള കാര്യാലയത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചോ എന്നും ഈ കോടതി അറിയിക്കേണ്ടത് പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിന്റെ കടമയാണ്. അത് ചെയ്തില്ലെങ്കിൽ ആ പ്രാഥമിക അന്വേഷണം നടത്താനും വിശ്വാസ കാര്യാലയത്തിന് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നടപടി സ്വമേധയെ ഏറ്റെടുക്കാൻ ഈ കോടതിക്ക് കടമയുണ്ട്. ഡ്യൂട്ടി ബൗണ്ട്, ചുമതലയുണ്ട്. വീണ്ടും കോടതി പറയുന്നു, അതിനാൽ ഈ കോടതി ഇങ്ങനെ ഉത്തരവ് ഇടുന്നു. സ്ഥലത്തെ മെത്രാന്റെ അടുത്ത നടപടികൾ എന്തൊക്കെയെന്ന് ഈ കോടതി അറിയിക്കണമെന്ന് കൽപ്പിക്കുന്നു. ഈ കോടതി തന്നെ പ്രാഥമിക അന്വേഷണം നടത്തി വിശ്വാസ കാര്യാലയത്തിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ സ്ഥലത്തെ മെത്രാൻ താല്പര്യപ്പെടുന്നെങ്കിൽ, ഈ കോടതി ഏൽപ്പിക്കാൻ സ്ഥലത്തെ മെത്രാന് താല്പര്യമുണ്ടെങ്കിൽ അക്കാര്യം ഈ കോടതി അറിയിക്കണമെന്നും പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിനോട് ഈ കോടതി കൽപ്പിക്കുന്നു. This tribunal hereby orders the promoter of justice to intimate it most expeditiously about the steps that the local hierarchy has already taken and whether the local hierarchy would like to request or entrust this tribunal to conduct the preliminary investigation and report it to the dicastery for the doctrine of faith. അതിന് ഈ കോടതി ഉത്തരവിടുകയാണ് പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിന് സ്ഥലത്തെ മെത്രാനെടുത്ത നടപടി എന്തൊക്കെയെന്ന് ഈ കോടതി അറിയിക്കണമെന്ന് കൽപ്പിക്കുകയാണ്. ഈ കോടതി തന്നെ പ്രാഥമിക അന്വേഷണം നടത്തി വിശ്വാസ കാര്യത്തിന് റിപ്പോർട്ട് സമർപ്പിക്കണമെങ്കിൽ, അതാണ് മെത്രാൻ താല്പര്യമെങ്കിൽ, അല്ലെങ്കിൽ മെത്രാന് ഞങ്ങൾ ഏൽപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതും ഈ കോടതിയെ അറിയിക്കണമെന്ന് പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിനോട് ഈ കോടതി കൽപ്പിക്കുന്നു. ഈ വിധിന്യായത്തിൽ, ഈ ജൂലൈ 31 നൽകിയ വിധിന്യായത്തിൽ മുൻപത്തെ ഈ സ്പെഷ്യൽ ട്രിബ്യൂണലിൽ മുമ്പ് നൽകിയ ഒരു കോടതി വിധിയിലേക്ക് സൂചന നൽകുന്നുണ്ട്. ആ കോടതി വിധിയിൽ 11ാമത്തെ വകുപ്പിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: 2024 ഡിസംബറിന് ശേഷം മണവാളൻ ആശീർവദിച്ച കല്യാണങ്ങൾ, പരികർമ്മം ചെയ്ത കൂതാശകൾ എല്ലാം അസാധുവാണ്. 2024 ഡിസംബർ 21 ശേഷം ഫാദർ വർഗീസ് മണവാളൻ ആശീർവദിച്ച കല്യാണങ്ങൾ, ചൊല്ലിയ കുർബാന, കേട്ട കുമ്പസാരം എല്ലാം അസാധുവാണ്. കുമ്പസാരം കേൾക്കാൻ അധികാരം എടുത്തു കളഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെത്. CCO 1468 പ്രകാരം പ്രാഥമിക അന്വേഷണം നടത്തി വിശ്വാസ കാര്യാലയത്തിന് സമർപ്പിക്കേണ്ടതാണ് എന്ന് കൽപ്പനയിട്ടിരുന്നു. മാത്രമല്ല, ഈ കുമ്പസാരം കേൾക്കാനുള്ള ഫാക്കൽറ്റി എടുത്തു കളഞ്ഞു എന്നുള്ളതിൻ്റെ അത് CCO പൗരസ്ത്യ കാനൻ നിയമം 772 പ്രകാരമാണ് ഈ ഫാക്കൽറ്റി എടുത്തു കളഞ്ഞത്. ആ ഫാക്കൽറ്റി ഇല്ലാതെ കുമ്പസാരം കേൾക്കാൻ പാടില്ല. അങ്ങനെ കേട്ടാൽ അത് വളരെ ഗൗരവപൂർവമായ ലംഘനമാണ്. അത് മാർപ്പാപ്പയുടെ മോത്ത് പ്രോപ്രിയോ, മാർപ്പാപ്പ നൽകുന്ന ഈ ഇടയ്ക്കിടയ്ക്ക് നൽകുന്ന വിശദീകരണങ്ങൾ, അതാണ് മോത്ത് പ്രോപ്രിയോ എന്ന് പറയുന്ന ഡോക്യുമെന്റിലൂടെ പുറത്തു വരുന്നത്, വ്യക്തമാക്കിയിട്ടുണ്ട്. അതൊക്കെ അവിടെ കോട്ട് ചെയ്യുന്നത്, ഏത് മോത്ത് പ്രോപ്രിയോ, അതിൻ്റെ പേര്, നമ്പറൊക്കെ കോട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ കോടതി 2ാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ വളരെ ഗൗരവപൂർവ്വം വിശ്വാസത്തിനെതിരായ തെറ്റ് ചെയ്തിരിക്കുന്നെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം വത്തിക്കാനിലേക്ക് ഡോക്യുമെൻ്റായിട്ട് എത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം, ഇതൊക്കെ മണവാളനച്ഛനെതിരെയുള്ളതല്ലേ, കൂതാശ വിലക്കുള്ള വൈദികർക്കെതിരെയുള്ളതല്ലേ എന്ന് ചോദിക്കാം. പക്ഷേ മണവാളനെതിരെ കേസുകൾ എടുക്കരുത്, അത് പിൻവലിക്കണം, റദ്ദാക്കണമെന്നൊക്കെ പറഞ്ഞ് പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിലൂടെ കോടതിയെ സമീപിച്ചത് പാമ്പളാനി പിതാവാണ്. അപ്പോൾ തെറ്റ് ചെയ്ത്, മണവാളൻ തെറ്റ് ചെയ്തു,
ആ തെറ്റിനെ ന്യായീകരിക്കാൻ കൂട്ടുനിന്നു പാമ്പ്ളാനി പിതാവ്. അതിന് പ്രൊമോട്ടർ ജസ്റ്റിസിനെ കൂട്ടുപിടിച്ചു. അപ്പോൾ ഇവരെല്ലാവരും തെറ്റുകാരാണ്. വളരെ ഗൗരവമായ തെറ്റാണ്, വിശ്വാസത്തിനെതിരായ തെറ്റാണ്. കുമ്പസാരിപ്പിക്കാൻ അധികാരമില്ലാത്ത ആൾ കുമ്പസാരിപ്പിക്കുക, കുർബാന ചൊല്ലാൻ അവകാശമില്ലാത്ത ആൾ അധികാരമില്ലാത്ത ആൾ കുർബാന ചൊല്ലുക, കല്യാണം ആശീർവദിക്കാൻ അധികാരമില്ലാത്ത ആൾ കല്യാണം ആശീർവദിക്കുക. ഒരു അൽമായിൽ ഉൾപ്പെട്ട് വന്നാലത്തെ പോലെ ഒരു ആളായിരുന്നു ഫാദർ വർഗീസ് മണവാളൻ 2024 ഡിസംബർ 21 മുതൽ. കൂദാശ വിലക്കുള്ള വൈദികർ അങ്ങനെ തന്നെ. ഞാൻ ഇന്നലെ പറഞ്ഞൊന്ന് ആവർത്തിക്കുകയാണ്. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ സഭയാണ് കർത്താവ് ഏൽപ്പിച്ചത്, പത്രോസിനെയും പിൻഗാമികളെയും. സ്വർഗരാജ്യത്തിൻ്റെ താക്കോല, സഭയുടെ താക്കോലല്ല. അപ്പോൾ ഈ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ വെച്ച് തുറക്കേണ്ടതും അടക്കേണ്ടതും ഒരാൾ അഡ്മിറ്റ് ചെയ്യേണ്ടതും അഡ്മിറ്റ് ചെയ്യാതിരിക്കുന്നതൊക്കെ സഭയുടെ അധികാരത്തിൽപ്പെട്ടതാണ്. കാരണം സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഇപ്പോൾ കർത്താവിൻ്റെ കയ്യിലല്ല, പത്രോസിൻ്റെയും പിൻഗാമികളുടെയും കയ്യിലാണ്. ആ താക്കോൽ ഉപയോഗിച്ചിട്ടാണ് ഒരാൾക്ക് കൂദാശർപ്പിക്കാൻ പറ്റുമോ പറ്റില്ലേ, ഒരാളെ പുറത്താണോ അകത്താണോ ഒക്കെ തീരുമാനിക്കുന്നത്. ഇത് തിരുവചനമാണ്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ കാനലിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ തോന്നി പോലെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കൂദാശ വിലക്കൊണ്ടായിരുന്ന വർഗീസ് മണവാളനും അതുപോലെ മറ്റു വൈദികർ അവരെ കുറ്റവിമുക്തരാക്കണം. ഇപ്പം മണവാളിൻ്റെ കേസാണ് എടുത്തിരിക്കുന്നത്. കുറ്റവിമുക്തരാക്കണമെന്ന് പ്രൊമോട്ടർ ജസ്റ്റിസിലൂടെ പാമ്പ്ളാനി പിതാവാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ വിശ്വാസത്തിനെതിരെയുള്ള മണവാളിൻ്റെ തെറ്റിനെ ന്യായീകരിക്കാൻ പാമ്പ്ളാനി പിതാവ് കൂട്ടുനിന്നു. കൂട്ടുപ്രതിയാണ്, മണവാളിൻ്റെ കൂടെ കൂട്ടുപ്രതിയാണ് പാമ്പ്ളാനി പിതാവ്. വത്തിക്കാൻ പാമ്പ്ളാനി പിതാവിനെ കുറിച്ച് എന്ത് തീരുമാനമെടുത്തില്ലെങ്കിലും, മെത്രാൻ സെനറ്റ് ഇപ്പോൾ ഈ ഓഗസ്റ്റിലെ മെത്രാൻ സെനറ്റ് തീരുമാനമെടുത്താലും എടുത്തില്ലെങ്കിലും ഇവയെല്ലാം സഭയുടെ ഔദ്യോഗിക രേഖകളിൽ എഴുതപ്പെട്ട് കഴിഞ്ഞു. വിശ്വാസികളുടെ ഹൃദയത്തിലും പാമ്പ്ളാനി പിതാവ് കൂട്ടുപ്രതിയാണെന്ന് എഴുതപ്പെട്ട് കഴിഞ്ഞു. മെത്രാന്മാർ തീരുമാനം എടുക്കേ, വത്തിക്കാൻ തീരുമാനമെടുക്കേ, അതൊക്കെ വരട്ടെ. ദൈവത്തിൻ്റെ കോടതിയിലും സഭയുടെ ചരിത്രത്തിലും സഭാരേഖകളിലും വിശ്വാസികളുടെ ഹൃദയത്തിലും പാമ്പ്ളാനി പിതാവ് വിശ്വാസത്തിനെതിരെ തെറ്റു ചെയ്തുവെന്ന് രേഖപ്പെടുത്തിപ്പെട്ട് കഴിഞ്ഞു. കൂദാശ വിലക്ക്, സസ്പെൻഷൻ എന്നിവയുള്ള വൈദികരെ കൂദാശകൾ അനുഷ്ഠിക്കുന്നത് വിശ്വാസത്തിനെതിരായ കുറ്റമാണ്. അത് അവരെ നിലയ്ക്ക് നിർത്തേണ്ടത് പാമ്പ്ളാനി പിതാവാണ്. അത് നിലയ്ക്ക് നിർത്തിയില്ലെന്ന് മാത്രമല്ല, അവരെ കുറ്റവിമുക്തരാക്കാൻ വഴിവിട്ട മാർഗങ്ങൾ ഉപയോഗിച്ചു. തെറ്റായ മാർഗത്തിലൂടെ പോയി പാമ്പ്ളാനി പിതാവ്. ഇങ്ങനെയുള്ള വൈദികരെ സംരക്ഷിക്കുന്നതിലൂടെ പാമ്പ്ളാനി പിതാവ് തന്നെ വിശ്വാസത്തിനെതിരെ തെറ്റ് ചെയ്തിരിക്കുന്നു. വത്തിക്കാൻ അത് വളരെ ഗൗരവത്തോടെ കാണുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. 2008 കൊച്ചി രൂപതയുടെ മെത്രാനായിരുന്ന ജോൺ തട്ടുങ്കലിനെതിരെ ഇങ്ങനൊരു ആരോപണം വന്നപ്പോൾ അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കി. വിശ്വാസത്തിനെതിരെ അദ്ദേഹം തെറ്റ് ചെയ്തു. വേറെ തരത്തിലുള്ള തെറ്റായിരുന്നു, ഒരു സ്ത്രീയെ ദത്തെടുക്കുന്നതും പിന്നെ ദുർമന്ത്രവാദം ചെയ്തതുമായിട്ടൊക്കെ. പക്ഷെ അതൊക്കെ വിശ്വാസത്തിനെതിരെ തെറ്റാണ്, ഇതും വിശ്വാസത്തിനെതിരെ തെറ്റാണ്. ആഭിചാര കുർബാന അർപ്പിക്കുക, അങ്ങനെ ഒരുപാട് സംഗതികൾ, കുർബാന അവഹേളിക്കുക, ഒരുപാട് കാര്യങ്ങൾ പാമ്പ്ളാനി പിതാവ് ഒത്താശ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ജോൺ തട്ടുങ്കൽ പിതാവിൻ്റെ ആ ഗതി മിക്കവാറും നമ്മുടെ സഭയുടെ തലപ്പത്തുള്ള രണ്ടുപേർക്ക് സംഭവിക്കുമോ എന്ന് ഞാൻ ആശങ്കപ്പെടുന്നു. ഇവിടെ മണവാളും മറ്റു വൈദികരുമാണ് കുറ്റക്കാർ എന്ന് പറഞ്ഞ് വാദിച്ച് ഒഴിയാൻ കഴിയില്ല. കാരണം അവരെ കുറ്റവിമുക്തരാക്കണമെന്നും അവർക്കുള്ള സകല സംരക്ഷണം കൊടുക്കണമെന്നും രേഖാമൂലം ആവശ്യപ്പെട്ടിരിക്കുന്നത്, പ്രൊമോട്ടർ ജസ്റ്റിസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പാമ്പ്ളാനി പിതാവാണ്. അതെല്ലാം വിധിന്യായത്തിൽ കൃത്യമായിട്ട് എഴുതിയിരിക്കുക. ഇവിടെയാണ് ഞാൻ ഈ അജപാലന വ്യഭിചാരം എന്ന വാക്ക്, ഫ്രാൻസിസ് മാർപ്പാപ്പ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വ്യഭിചാരം. ഇപ്പം കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും അവർ തമ്മിലുള്ള ദാമ്പത്യ ബന്ധം, അവർ തമ്മിലുള്ള ലൈംഗിക ബന്ധം പരിശുദ്ധമാണ്. പക്ഷെ അവർ ആ ബന്ധത്തിന് പുറത്ത് ഒരു ബന്ധത്തിന് പോയാൽ അത് 6ാം പ്രമാണത്തിനെതിരായ തെറ്റാണ്, വ്യഭിചാരമാണ്. പണ്ട് വ്യഭിചാരം, വിശ്വാസത്തിൽ നിന്നുള്ള വീഴ്ച, പിന്നെ കൊലപാതകം, ഈ 3 പാപങ്ങളാണ് ഏറ്റവും ഗൗരവമായിട്ട് കണക്കാക്കിയിരുന്നത്. വ്യഭിചാരത്തിന് ഹീബ്രു പാരമ്പര്യത്തിൽ വധശിക്ഷയാണ്, കല്ലെറിഞ്ഞു കൊല്ലലാണ് ശിക്ഷ. അപ്പോൾ കൊലപാതകം ചെയ്തവർക്ക് പോലും അറിയാതെ കൊലപാതകം ചെയ്തെങ്കിൽ ഓടി രക്ഷപ്പെടാൻ അഭയനഗരങ്ങളുണ്ടായിരുന്നു. വ്യഭിചാരിക്ക് അതുണ്ടായിരുന്നില്ല. ആ വാക്കാണ് മാർപ്പാപ്പ മെത്രാന്മാർക്കെതിരെ ഉപയോഗിക്കുന്നത്, അജപാലന വ്യഭിചാരം. ഒരു മെത്രാൻ എന്ന് പറഞ്ഞാൽ ഏത് രൂപതയ്ക്ക് വേണ്ടിയാണോ മെത്രാനായിട്ട് അഭിഷേകം ചെയ്യപ്പെടുന്നത് ആ രൂപതയുമായി കല്യാണം കഴിഞ്ഞു, വിവാഹിതരാണ്. ഒരു രൂപതയ്ക്ക് ഒരു മെത്രാൻ വാഴിക്കപ്പെടുമ്പോൾ ആ രൂപതയുമായി കല്യാണ ബന്ധത്തിൽ എന്നതുപോലെയാണ് മെത്രാൻ. ആ രൂപതയിലുള്ള ആളുകളെ സംരക്ഷിക്കാതെ, അവർക്ക് വിശ്വാസ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ, അവർക്ക് സഭ കൽപ്പിക്കുന്ന തരത്തിലുള്ള കൂദാശകൾ അനുഷ്ഠിക്കാനുള്ള സൗകര്യം ഒരുക്കാതെ
തനിക്ക് എങ്ങനെയെങ്കിലും മുകളിലേക്ക് കയറി പോകണം എന്നുള്ള വിചാരത്തോടു കൂടി, അതാണ് മാർപ്പാപ്പ ഉപയോഗിക്കുന്നത്, മുകളിലെ പ്രസ്റ്റീജിയസ് പൊസിഷൻസ് കിട്ടാൻ, വളരെ തിളക്കമാർന്ന ചില പദവികൾ കിട്ടാനുള്ള ആ ലക്ഷ്യത്തോടു കൂടി രൂപതയിലെ മെത്രാൻ സ്ഥാനത്തെ, രൂപതയ്ക്ക് വേണ്ടിയുള്ള മെത്രാൻ സ്ഥാനത്തെ ഒരു ചവിട്ടുപടിയായി കാണുന്നവര്, സ്വന്തം രൂപതയെ ചവിട്ടുപടിയായി കാണുന്നവര്, അവര് ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താവിനെ പോലെ വ്യഭിചാരം ചെയ്യുന്നു. ഇതാണ് മാർപ്പാപ്പയുടെ വാക്കുകൾ. ഉയർന്ന തസ്തികയിലേക്ക് പോകാനുള്ള ഒരു ചവിട്ടുപടിയായി സ്വന്തം രൂപതയെ കണക്കാക്കുന്ന മെത്രാൻ സ്വന്തം ഭാര്യയോട് അവിശ്വസ്തത കാണിക്കുന്ന, സ്വന്തം ഭാര്യയെ വിട്ട് വേറൊരു പെണ്ണിന്റെ കൂടെ കിടക്കുന്നത് പോലെയുള്ള ഒരു വ്യഭിചാരം ചെയ്യുന്നതാണ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് വത്തിക്കാൻ സൈറ്റിൽ അന്വേഷിക്കാം അത് അവിടെ ഉണ്ടോ ഇല്ല എന്നുള്ളത്. ഞാൻ ഉണ്ടാക്കി പറയുന്നതാണോ അത് അവിടെ ഉണ്ടോ നിങ്ങൾക്ക് നോക്കാം. ഞാൻ പറഞ്ഞ ഡേറ്റൊക്കെ ഞാൻ പറഞ്ഞു. സഭയോട്, അതായത് ആ രൂപതയോട് വിവാഹിതനാണ് താനെന്ന കാര്യം മെത്രാൻ മറക്കുന്നു. അങ്ങനെയുള്ളവർ ആജപാലന വ്യഭിചാരം ചെയ്യുന്നു. എന്നിട്ട് മാർപ്പാപ്പ പറയാ, ഇഫ് ഐ ആം അലൗഡ് ടു യൂസ് ദിസ് ഫ്രേസ്, ഞാൻ ഈ വാക്ക് ഉപയോഗിക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധം തോന്നരുത്. അതായത് അജപാലന വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര തൂക്കമുള്ളൊരു വാക്കാണ്. അതുകൊണ്ട് ഞാൻ ആ വാക്ക് പറയുന്നതിൽ നിങ്ങൾ വിരോധം തോന്നരുതെന്ന് പറഞ്ഞിട്ടാണ് മാർപ്പാപ്പ അത് ഉപയോഗിക്കുന്നത്. സഭ്യമല്ലെന്ന് നമ്മുടെ മെത്രാന്മാർ പറയും. അതുകൊണ്ടാണ് മാർപ്പാപ്പ ഒരു മുൻകൂർ ജാമ്യം പോലെ എടുക്കണേ. ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നതിൽ നിങ്ങൾ വിരോധം വിചാരിക്കരുത്. ഇത് ഈ ചവിട്ടുപടി, മുകളിലേക്ക് പോകുന്ന തിളക്കമേറിയ പദവികൾ കിട്ടാൻ വേണ്ടി രൂപതയെ ചവിട്ടുപടിയായി ഉപയോഗിക്കുക മാത്രമല്ല, മറ്റ് മെത്രാന്മാരെ നിയമിക്കുന്നതും ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണെങ്കിൽ, നിങ്ങൾ മറ്റ് മെത്രാന്മാരുടെ പേരുകൾ നിർദ്ദേശിക്കുന്നത് ഈ ഒരു ലക്ഷ്യത്തോടു കൂടെയാണെങ്കിൽ, മെത്രാന്മാരുടെ മാർപ്പാപ്പ പറയാണ്, ഫ്രാൻസിസ് മാർപ്പാപ്പ പറയാണ്, അങ്ങനെ ചെയ്യുന്നവരും വ്യഭിചാരത്തിൽ ജീവിക്കുന്നവരാണ്, പാപികളാണ്. സഭയോടുള്ള വിവാഹം എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും കാണിക്കുന്ന സമർപ്പണം പോലെ, വിശ്വസ്തത പോലെ മെത്രാൻ ദൈവജനത്തോട് വിശ്വസ്തത പുലർത്തുകയും കടപ്പെട്ടവനായിരിക്കുകയും വേണം. സഭാമക്കളുടെ ആവശ്യങ്ങളും വേദനകളും തിരിച്ചറിയാതെ മെത്രാന്മാര് അവരെ അവരുടെ വഴിക്ക് വിട്ടാൽ, ഇതൊക്കെ ഇങ്ങനെ നടക്കും, ഇതൊന്നും നമുക്ക് തീർക്കാൻ പറ്റില്ല എന്ന മട്ടിൽ വിട്ടാൽ, മെത്രാന്മാര് അജപാലനപരമായ വ്യഭിചാര കുറ്റത്തിൽ ഏർപ്പെട്ടിരിക്കുന്നുവെന്നാണ് മാർപ്പാപ്പയുടെ വാക്കുകൾ. നിങ്ങൾക്കിത് മനസ്സിലാകും പെട്ടെന്ന്. നമ്മളിപ്പോൾ സീറോ മലബാർ സഭയിൽ ഏതാണ്ട് ഇതേ ഒരു ആജപാലന വ്യഭിചാരത്തിലാണ് മെത്രാന്മാർ. നമ്മൾ തെറ്റിദ്ധരിച്ചറിഞ്ഞാൽ എന്താ ചെയ്യുക? അതിൽ കിടന്ന് വീണ്ടും ആ ചെളിയിൽ കിടന്ന്, പാപച്ചെളിയിൽ കിടന്ന് ഉരുളുമോ, അതോ എഴുന്നേറ്റ് ശുദ്ധി പ്രാപിക്കാനുള്ള മാർഗങ്ങൾ തേടുമോ? നമ്മൾ തെറ്റിദ്ധരിച്ചറിഞ്ഞാൽ പെട്ടെന്ന് അതിൽ നിന്ന് എഴുന്നേറ്റ് ശുദ്ധി പ്രാപിക്കാനുള്ള മാർഗങ്ങൾ തേടും. നമ്മുടെ ഇപ്പോഴത്തെ ഈ മെത്രാൻ സിനഡ് തങ്ങൾ ഏത് ചെളിയിലാണ്, അജപാലന വ്യഭിചാരം എന്ന ഏത് പാപകത്വത്തിലാണ് അവർ വീണ് കിടക്കുന്നതെന്നും അത് തിരിച്ചറിയാനും ആ തിരിച്ചറിവ് അവർക്ക് എഴുന്നേറ്റ് നടക്കാനുമുള്ള ബുദ്ധിയും ബോധവും ഒക്കെ കിട്ടുമോ എന്ന് നമുക്ക് ഈ ഓഗസ്റ്റ് മാസത്തിലെ സിനഡ് കഴിയുമ്പോൾ അറിയാം. നമുക്കതുവരെ കാത്തിരിക്കാം. ഈ സിനഡ് അവർ ചെളിയിൽ കിടന്ന് വീണ്ടും ഉരുളുകയാണോ ചെയ്യുക, അതോ ആ ചെളിയിൽ നിന്ന് എഴുന്നേറ്റ് ശുദ്ധി പ്രാപിക്കാനുള്ള ഈ അജപാലന വ്യഭിചാരം ചെയ്തിരിക്കുന്ന മെത്രാന്മാര് അതിൽ നിന്ന് മാറി, ആ കുറ്റകൃത്യത്തിൽ നിന്ന് മാറി കർത്താവിൻ്റെ പാതയിൽ തിരിച്ചു വരാനുള്ള സംഗതികൾ വല്ലതും ചെയ്യുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം. അതുകൊണ്ട് ഞാൻ എന്താ പറഞ്ഞത്, ഇന്നലെ നമുക്കൊരു സപ്തദിന ജാഗരണ പ്രാർത്ഥന മെത്രാന്മാരുടെ മാനസാന്തരത്തിന് വേണ്ടിയെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം നിങ്ങൾ നോക്കുക, ഇത് ഞാൻ പറയുന്നതല്ലോ, മാർപ്പാപ്പയെ പറഞ്ഞത്. ഇങ്ങനെയുള്ള മെത്രാന്മാർ അജപാലന വ്യഭിചാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ആ തെറ്റ് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് പിന്തിരിയാൻ, ഇതിനാണ് നമ്മുടെ ജാഗരണ പ്രാർത്ഥന ഞാൻ പറഞ്ഞത്. അത് ഉപവാസോ തപസോ നിങ്ങൾക്ക് കഴിയാവുന്ന തരത്തിലൊക്കെ നമ്മുടെ മെത്രാന്മാരുടെ മാനസാന്തരത്തിന് വേണ്ടി അജപാലന വ്യഭിചാര വൃത്തിയിലായിരിക്കുന്ന ഈ സീറോ മലബാർ സഭയിലെ മെത്രാന്മാരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും, കൊന്തചൊല്ലാം, കരുണക്കൊന്തചൊല്ലാം, കുരിശിൻ്റെ വഴി നടത്താം, കുർബാനയിൽ തുടർച്ചയായിട്ട് പങ്കെടുക്കാം. നിങ്ങൾക്ക് എന്തൊക്കെ കഴിയുമോ, ഏകീകൃത കുർബാനയിൽ കേട്ടോ, ജനാഭിമുഖ കുർബാന പങ്കെടുത്ത്, ഇല്ലിസിറ്റ് കുർബാന പങ്കെടുത്ത് പിന്നെയും പാപം ചെയ്യരുത്. അങ്ങനെയൊക്കെ ചെയ്ത് ഈ മെത്രാന്മാരുടെ മാനസാന്തരത്തിന് വേണ്ടി അതെല്ലാം കാഴ്ചവെക്കണമെന്നും കർത്താവിനോടും പരിശുദ്ധ റൂഹായോടും പ്രാർത്ഥിക്കണമെന്നും ദൈവപിതാവിന് കാരണമുണ്ടാകാൻ അപേക്ഷിക്കണമെന്നും പരിശുദ്ധ അമ്മയുടെയും പിന്നെ തോമസ് ലീഹയുടെയൊക്കെ സംരക്ഷണം നമ്മൾ ഏൽപ്പിക്കാമെന്നും ഒക്കെ ഞാൻ ചെയ്യണമെന്നും ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.